ഫിനാലയുടെ 8ാമത്തെ ടാസ്ക് മുഖമുദ്ര. അതിൽ വിജയിച്ചത് അർജുനായിരുന്നു. അർജുന് 3 പോയിന്റ്. 2ാം സ്ഥാനത്ത് വന്നത് അഭിഷേകും 3ാം സ്ഥാനത്ത് വന്നത് സായി ആയിരുന്നു. സത്യത്തിൽ അതൊരു ഗ്രൂപ്പ് പ്ലേ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട്. പക്ഷേ ബിഗ് ബോസ് തന്നെയാണ് അവരുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്കിത് ഒത്തുകളിക്കണമെങ്കിൽ ഒത്തുകളിക്കാം, ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാം, അത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞത് ബിഗ് ബോസ് തന്നെയാണ്. ഈ ഒരു ഗെയിം ഒത്തുകളിക്കാതെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അവിടെ അങ്ങനെ ഒരു സീല് വെക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ആള് ഇവിടെ നിന്ന് നീങ്ങുന്ന സമയത്ത് തന്റെ ബോർഡിൽ നിറച്ച സീൽ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ഔട്ടാവും. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് അവിടെ കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ അഭിഷേകാണ്, അർജുൻ, ഋഷി, ഇവർ 3 പേരും അവിടെ സെറ്റായിട്ട് പറഞ്ഞിരുന്നു, നിന്റെ ബോർഡിൽ ഞാൻ വെക്കില്ല, ഞാൻ നിന്റെ ബോർഡിൽ, അങ്ങനെ 3 പേരും അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. അപ്പോൾ പക്ഷേ ഇവിടെ ഇവർക്ക് പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അർജുൻ, ജിൻഡോ, ശ്രീതു ഇവർ 3 പേരും ഒറ്റക്കെട്ടായിരുന്നു. അപ്പൊ സായി അവിടെ അർജുൻ്റെ അടുത്ത് ചോദിച്ചു, ജിൻഡോനെ ചെയ്യാൻ പറ്റുമോ, സീൽ വെക്കാൻ പറ്റുമോ, ജിൻഡോനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ജിൻഡോയെ അറ്റാക്ക് ചെയ്യില്ല എന്ന് മനസ്സിലായി. പിന്നെ ശ്രീതു ആണുള്ളത്. ശ്രീതുവിനെ അർജുനും ചെയ്യില്ല, ശ്രീതു അർജുനും ചെയ്യില്ല. അപ്പൊ അവരങ്ങനെ ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ ശ്രീതുവിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാമെന്ന് ഇവർ ആദ്യം വിചാരിച്ചു. അർജുൻ്റെ അടുത്തേക്ക് അപ്പോൾ ഇവർക്ക് പോകാനായിട്ട് സാധിക്കില്ല. അതാണ് ലാസ്റ്റ് ടൈം വന്ന സമയത്ത് ഇവർ അങ്ങനെ ഒരു ഒത്തുകളി അവിടെ പ്ലാൻ ചെയ്ത് അവിടെ അർജുന് 1ാം സ്ഥാനം കൊടുത്തത്. അവിടെ അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേകിനെ 2ഓ 1ഓ കിട്ടിയാൽ മതി, അഭിഷേകിന് എന്തായാലും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെ പോയാലും. അപ്പൊ അഭിഷേക് അവിടെ പറഞ്ഞു, എനിക്ക് 1 കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല എന്നൊരു കാര്യം അവിടെ അഭിഷേക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചുള്ള ഒരു പ്ലാനിങ് ആണ് അവരവിടെ നടത്തിയത്. ആ ഒരു പ്ലാനിങ് പ്രകാരമാണ് അവിടെ അർജുനെ ഫസ്റ്റും കിട്ടിയത്. അവിടെ ഒരു പക്ഷേ ഇവർ ലാസ്റ്റ് വന്നത് 4 പേരായിരുന്നു. അവിടെ ജിൻഡോയും വന്നിരുന്നു. ജിൻഡോനെ കയറിയിട്ട് എന്തായാലും അറ്റാക്ക് ചെയ്യില്ല എന്നൊരു കാര്യം അവിടെ പറഞ്ഞിരുന്നു അർജുൻ. സായിയും അവിടെ വെച്ച് ജിൻഡോയ്ക്ക് ഒരു വാക്ക് കൊടുത്തു, ഇങ്ങോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും വരില്ല എന്നൊരു കാര്യം. അതുകൊണ്ടാണ് പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നിൽക്കുന്ന ആളുടെ അടുത്തേക്ക് ജിൻഡോ വന്നത്, അഭിഷേകിന്റെ അടുത്തേക്ക്. പിന്നീട് അവർ തമ്മിൽ അവിടെ ഒരു വാക്ക് തർക്കമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും സീൽ വെച്ചതനുസരിച്ച് എണ്ണം കൂടുതലുള്ളത് ജിൻഡോയ്ക്കായിരുന്നു. ജിൻഡോ പുറത്തു പോയി. ലാസ്റ്റ് റൗണ്ട് അവരെന്തായാലും ഒത്തുകളിച്ചത് തന്നെയായിരുന്നു. അവിടെ അഭിഷേകിന് എന്നിട്ട് സെക്കൻഡ് കിട്ടി. അഭിഷേക് 1 പോയിന്റ് ആയാലും മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ സായി 1 പോയിന്റ് എടുത്തു. അഭിഷേകിന്റെ ഇതിൽ അർജുൻ വന്ന് 2 സീൽ വെച്ചു എന്നുള്ളത് കൊണ്ട് അഭിഷേകിന് അവിടെ 2ാം സ്ഥാനം കിട്ടി.